അവർക്ക് വേറെ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. വേറെ വിഷയമൊന്നുമില്ല. എന്താ കെ.സി. വേണുഗോപാൽ പ്രസംഗിച്ച് നിങ്ങളെല്ലാം കേട്ടതല്ലേ? ഏതെങ്കിലും മാധ്യമങ്ങൾ അത് വിവാദമാക്കിയ അദ്ദേഹം പറഞ്ഞെന്താ, പെൻഷൻ കൊടുക്കാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടാണ് 6-7 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരും. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ എല്ലാ വീടുകളിലും ഈ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൊണ്ടുപോയി ഒരുമിച്ച് കൊണ്ടുപോകും. അതൊരു ശരിയായ രീതിയാണോ? അതൊരു ശരിയായ രീതിയാണോ? അതാണ് കെ.സി. വേണുഗോപാൽ ചോദിച്ചത്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അത് ശരിയാണോ? ഇപ്പോഴും ആ പരിപാടി തുടങ്ങുക. ഇപ്പൊ പെൻഷൻ ഇത് വരും. ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പെൻഷൻ കുടിശ്ശിക വരും. പെൻഷൻ കുടിശ്ശിക വന്നിട്ട് 3-4 മാസത്തെ കുടിശ്ശിക അടുത്ത അസംബ്ലി ഇലക്ഷന്റെ തൊട്ട് മുമ്പ് കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷന്റെ തൊട്ട് മുമ്പേ കൊടുക്കും. അപ്പൊ വീട്ടിൽ പൈസ എത്തിയെന്നുള്ള ഇത് ആളുകളെ കബളിപ്പിക്കല്ലേ? അതാണ് കെ.സി. വേണുഗോപാൽ കൃത്യമായിട്ട് ചോദിച്ചത്. അങ്ങനെയൊന്നും അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. എന്താണ് നിങ്ങൾ കേട്ടല്ലോ? അദ്ദേഹം പറഞ്ഞത് ഇതാണ്, അതിന്റെ സാരാംശം ഇതാണ്. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ആളുകളെ കളിപ്പിക്കുകയാണ്, ആളുകളെ കബളിപ്പിക്കുകയാണ്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, ഒരു പിൻവലിക്കലും. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? കബളിപ്പിക്കല്ലേ? അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കൂല 3-4 മാസം. ഇലക്ഷൻ ആവുമ്പോഴേ വീട്ടിൽ കൊണ്ടേ കൊടുക്കുക, എല്ലാം കൂടി ഒരുമിച്ച്. ഇത് സ്ഥിരം പരിപാടിയാണ് CPM-ന്റെ. ഉറപ്പായിട്ട് പോകും. അതെന്താണെന്നറിയാമോ? നമുക്കിപ്പോ ഞാൻ പറയാം, അതിനകത്തൊരു ബുദ്ധിമുട്ട്. നമ്മൾ പെൻഷൻ ആളുകൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടേ കൊടുക്കുമ്പോ നമ്മളെങ്ങനെയാണ് അതിനെ എതിർക്കുന്നത്? അവർക്ക് ആ വീട്ടിൽ അവർക്ക് കിട്ടാനുള്ള തുക കിട്ടിയതിന് നമ്മൾ എതിർക്കണ എങ്ങനെ? ഇലക്ഷൻ ആയതുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കരുത് എന്ന് പറയാൻ പറ്റും. പാവപ്പെട്ട ഒരു പട്ടിണിയും പരിവട്ടവും ഇതിനു വേണ്ടി കാത്തു നിൽക്കുക. ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അത് കൊടുക്കരുത്? ഏതെങ്കിലും പൊതുപ്രവർത്തകർക്ക് പറയാൻ പറ്റുമോ? അല്ല, നിങ്ങൾ ആലോചിച്ച് കൊടുക്കരുത് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ എങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെന്നല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷേ അത് രാഷ്ട്രീയമായി മുതലെടുത്ത് ആ പാവപ്പെട്ടവന്റെ കഷ്ടപ്പാടിനെയും ദുരിതത്തെയും മുതലെടുക്കുകയാണ്. അത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. നമ്മൾ കൊടുക്കരുത് നമ്മൾ പറയില്ല. കാരണം കാത്തിരിക്കല്ലേ, നമ്മളൊക്കെ സങ്കടം പറയുന്നു. എത്ര പേരെ വിളിച്ച് ഇത് കിട്ടുന്നില്ല. ഈ ക്ഷേമനിധി പെൻഷൻ, ക്ഷേമനിധികളെ തകർത്തില്ലേ ഗവൺമെന്റ്? കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക്, പാവപ്പെട്ടവർ, അവരുടെ അംശാദായം അടച്ച പൈസ 20 മാസമായി ഒന്നും കിട്ടുന്നില്ല. അത് തകർന്നു. എത്ര ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ഈ സർക്കാർ പൈസ കൊണ്ടുപോയിട്ടുണ്ട്? ക്ഷേമനിധികളിൽ നിന്ന് എടുത്തിട്ട് ശമ്പളം കൊടുക്കുകയാണ്. ഞാൻ എന്റെ തൊഴിലെടുക്കുന്ന എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന തുച്ഛമായ തുകയിൽ നിന്ന് ഞാൻ അംശാദായം അടച്ച് ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ പറയാ ഇല്ലാന്ന്, പൈസ ഇല്ല, ഖജനാവിൽ പൈസ ഇല്ലെന്ന് പറയാ. എത്ര 6-7 ക്ഷേമനിധികളാണ് കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഇതുപോലെ ക്ഷേമനിധികളിൽ നിന്ന് ഗവൺമെന്റ് 2500 കോടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്ഷേമനിധിയുടെ സാമ്പത്തിക സ്ഥിതി ബാധിക്കും. ഏറ്റവും പാവപ്പെട്ടവനാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളാം, അവൻ ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ. ഒന്നുകിൽ ക്ഷേമനിധി പെൻഷൻ, അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് രണ്ടും കിട്ടുമായിരുന്നു. അപ്പൊ മറ്റേ പെൻഷനും ഇല്ല, ഈ പെൻഷനും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് പോവാണ്. കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ഉൾപ്പെടെ 1 കോടി ആളുകൾക്ക് ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് കേരളത്തിൽ. 1 കോടി ആളുകൾ. കൈക്കൂലി എന്ന് വിശേഷിപ്പിക്കുന്നത് ശരി അല്ല, അങ്ങനെയല്ല. അത് ആളുകളെ കളിപ്പിക്കുന്ന രീതിയാണ് പറഞ്ഞത്. മലപ്പുറം തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട പൈസയാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരാള് ഒരു കടം തരാനുണ്ട്, കുറെ പൈസ, എന്ത് ചെയ്തിട്ടും തരുന്നില്ല. അപ്പൊ അവർക്കൊരാവശ്യം വരുമ്പോ നമുക്ക് തൊട്ട് പെട്ടെന്ന് കൊണ്ട് തരുവാണ്, നമുക്ക് കൊണ്ട് തരും. അപ്പൊ തരുമ്പോ നമുക്ക് അവരോടൊരു ഇത് വരില്ല, തന്നല്ല ഒന്ന്, അത്രേ ഉള്ളു. അതായത് അതൊരു കാപട്യമാണ്, കബളിപ്പിക്കലാണ്. പാവപ്പെട്ടവന്റെ ഒരു ദൈന്യതയെ മുതലെടുക്കുകയാണ്. നിയമസഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി പ്രസ്താവിച്ചതാണ് കഴിഞ്ഞ വർഷം 2 ടേമിന്റെ കുടിശ്ശികയും ഈ വർഷം 3 ടേമിന്റെ അതിന്റെ കുടിശ്ശികയാണ്. അത് തെരഞ്ഞെടുപ്പ് നേരത്തെ മുൻകൂട്ടി വരും, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞാണോ മുഖ്യമന്ത്രി സ്റ്റേറ്റ്മെന്റ് നടത്തിയതാണ് ധനമന്ത്രി തന്നെ ചോദിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞേക്കണ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഇവിടെ വെച്ചും പറഞ്ഞല്ലോ, കേരളത്തിൽ ധനപ്രതിസന്ധി ഇല്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്. ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് വികസന വിരുദ്ധനാണ് എന്ന് പറഞ്ഞല്ലോ. ഞാൻ എണ്ണി പറഞ്ഞല്ലോ കൺവെൻഷനിൽ
1.5 ലക്ഷം കോടിയോളം രൂപ ഇപ്പൊ കൊടുക്കാനുണ്ട് സർക്കാർ. സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് പോലും പൈസ കൊടുത്തിട്ടില്ല. സ്കൂളിലെ പാവപ്പെട്ട പാചക തൊഴിലാളിക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല. ആശുപത്രി മരുന്ന് കമ്പനികൾ 30% വില വർദ്ധിപ്പിച്ചു. എന്താ കാര്യം? സർക്കാർ പൈസ കൊടുക്കാത്തതുകൊണ്ട്. നമുക്ക് ഒരു സാധനം സപ്ലൈ ചെയ്താൽ കൃത്യമായി പൈസ കിട്ടില്ല എന്ന് കണ്ടാൽ സാധനത്തിന്റെ വില വർദ്ധിപ്പിക്കും സപ്ലൈ ചെയ്യണതിൽ. കാരണം അവർക്ക് ഇനി ഇത്തിരി വൈകി കിട്ടിയാലും മതി എന്നുള്ള രീതി. പക്ഷെ 30% വില വർദ്ധിപ്പിച്ചു മരുന്നിന്റെ വില. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിട്ടുപോയതാ, പറയാതിരിക്കാൻ പാടില്ല. LCT ചാർജ് 3 പ്രാവശ്യം കൂട്ടിയാലും നവംബറിൽ ഒരു ഉത്തരവ് വന്നപ്പോൾ ഏപ്രിലും കൂടി കൂട്ടിക്കൊണ്ടാണ് ഉത്തരവ് വന്നത്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒറ്റ ഉത്തരവിൽ നവംബറിൽ കൂട്ടി. ഇപ്പൊ വീണ്ടും LCT ബോർഡ് റെഗുലേറ്ററി അതോറിറ്റിക്ക് എഴുതിയിരിക്കുക ഒരു യൂണിറ്റിന് 32 പൈസ കൂടി വർദ്ധിപ്പിക്കണം. രഹസ്യമൊക്കെ വെച്ചിരിക്കുക. ഒരു യൂണിറ്റിന് 32 പൈസ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് റെഗുലേറ്ററി അതോറിറ്റിക്ക് LCT ബോർഡ് എഴുതിയേക്കുക. അപ്പൊ 6 മാസത്തിനുള്ളിൽ എത്രാമത്തെ വർധനവ? എന്താ കാര്യം? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 25 വർഷത്തേക്ക് വൈദ്യുതി മേടിക്കാനുള്ള ഉത്തരവുണ്ടായി, എഗ്രിമെന്റ് വെച്ചു. നമ്മുടെ ഗവൺമെന്റും ഈ ഗവൺമെന്റ് 7 കൊല്ലം ഇത് വാങ്ങിച്ചു. 2 വർഷം മുമ്പ് പെട്ടെന്ന് ബോധോദയം ഉണ്ടായി. എന്നിട്ട് പറഞ്ഞു ആ കരാർ കട്ട് ചെയ്തു, റദ്ദാക്കി. അദാനിയുടെ കമ്പനിയിൽ നിന്ന് കറണ്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റദ്ദാക്കിയത്. അദാനിയായിട്ടുള്ള ഡീലാണ്, അദാനി കമ്പനിയായിട്ടുള്ള ഡീലാണ് ഉറപ്പാക്കിയത്. 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റിന് വൈദ്യുതി കിട്ടുന്ന കരാർ റദ്ദാക്കിയിട്ട് എത്ര രൂപയ്ക്ക് ഇപ്പോൾ വൈദ്യുതി മേടിക്കണമെന്നറിയാം? 8 രൂപ മുതൽ 12 രൂപ.